1500കളിൽ യൂറോപ്യന്മാർ വിഭവങ്ങൾ തേടി ലോകമൊന്നാകെ സഞ്ചരിച്ചു തുടങ്ങിയ കാലം. ഈ കാലത്ത് യൂറോപ്യന്മാരെ കച്ചവടത്തിന് ക്ഷണിച്ച ഒരു കൊച്ചു രാജ്യം കേരളത്തിനുണ്ടായിരുന്നു. അതാണ് കൊല്ലം. ഇന്ന് ഈ കൊല്ലത്ത് പോർച്ചുഗീസുകാരുടെ കോട്ടയുടെ ഒരു അവശേഷിപ്പുണ്ട്. തങ്കശ്ശേരിയിലെ ഈ കോട്ടയുടെ ചരിത്രം അറിയേണ്ടത് അതിങ്ങനെയാണ്. ഇതൊരു നാടിന്റെ കഥയാണ്. കടൽ കടന്നു വന്നവർ ആധിപത്യം സ്ഥാപിച്ച ഒരു നാടിന്റെ കഥ. 1516 സെപ്റ്റംബറിൽ പോർച്ചുഗീസ് ഗവർണർ ലോപ്പോട്ടോറസും കൊല്ലം റാണിയും തമ്മിൽ വ്യാപാര കരാർ ഒപ്പിട്ടു. കൊല്ലത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന ഒന്നായി ആ കരാർ മാറി. കരാറിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലത്ത് ഒരു പാണ്ഡികശാല നിർമ്മിക്കാൻ പോർച്ചുഗീസുകാർ റാണിക്ക് അനുമതി നൽകി. കൊല്ലം റാണിയുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം 1517 പോർച്ചുഗീസുകാർ തങ്കശ്ശേരിയിൽ ഒരു പാണ്ഡികശാല തുടങ്ങി. ആയിരക്കണക്കിന് തൊഴിലാളികൾ 2 വർഷം തുടർച്ചയായി ജോലി ചെയ്ത പാണ്ഡികശാലയുടെ പണി തീർത്തു. എന്നാൽ പോർച്ചുഗീസുകാരുമായി ഉണ്ടാക്കിയ കരാർ പാലിക്കാൻ കൊല്ലം റാണിക്കായില്ല. ഇതോടെ പാണ്ഡികശാലയെ പോർച്ചുഗീസുകാർ ഒത്ത ഒരു കോട്ടയാക്കി രൂപാന്തരപ്പെടുത്തി. തങ്കമ്മശ്ശേരി എന്ന പേര് ലോപിച്ചാണ് ഇന്നത്തെ തങ്കശ്ശേരിയായതെന്നാണ് വാമൊഴി ചരിത്രം. ഇന്ന് 506 വർഷത്തെ ചരിത്രം പേറിയാണ് തങ്കശ്ശേരി കോട്ട നിൽക്കുന്നത്. അതിനിടെ കടൽ കടന്നും കര കടന്നും എത്തിയ നിരവധി യുദ്ധങ്ങൾക്ക് തങ്കശ്ശേരി കോട്ട സാക്ഷിയായി. കോട്ടയെ പറ്റി നമ്മളിങ്ങനെ നെറ്റിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ ആക്ച്വലി ഇപ്പോഴാണ് അത് കണ്ടത്. ഒരു 10-35 വർഷം മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് കുറച്ച് അടുത്ത് കാണാൻ കഴിഞ്ഞത്. വൈകുന്നേരമൊക്കെ വരികയാണെങ്കിൽ നല്ലോണം റിലാക്സ് ചെയ്തിരിക്കാം. പിന്നെ ലൈറ്റ് ഹൗസ് ഉണ്ട്, ഇറ്റ്സ് മച്ച് ബെറ്റർ. ഞങ്ങൾ ഗോവയിൽ പോയൊരു ലൈറ്റ് ഹൗസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ലിഫ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ അകത്ത് കുറച്ചും കൂടെ എന്താ പറയുക, ബ്രാസിൻ്റെ ഒക്കെ ഒരുപാട് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. 1939 ബ്രിട്ടീഷുകാർ തങ്കശ്ശേരി കമാനം പണിതു. തങ്കശ്ശേരിക്ക് പുറത്തുള്ള പ്രദേശം തിരുവിതാംകൂറിന്റെയും തങ്കശ്ശേരി ബ്രിട്ടീഷുകാരുടെയും അധീനതയുമെന്നതായിരുന്നു കരാർ. പിന്നീട് സ്വാതന്ത്ര്യാനന്തരം കോട്ട സംരക്ഷിത കേന്ദ്രമായി. അങ്ങനെ നിരവധി യുദ്ധങ്ങൾക്ക് കാരണമായ കോട്ട ഏതാണ്ട് തകർച്ചയുടെ വക്കിലാണ്. ഇന്ന് കോട്ടയുടെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് അവശേഷിക്കുന്നത്. റിപ്പോർട്ടർ, കൊല്ലം.